ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയുടെ വചനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിത്യം അനുഗ്രഹത്തിൽ നിലനിൽക്കാൻ നാം എന്തു ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. പല വ്യക്തികൾ പല നിയോഗങ്ങളുമായിട്ട് പ്രാർത്ഥനാ സഹായമായിട്ടൊക്കെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിയോഗങ്ങളിലേക്ക് കർത്താവ് ഈ സമയം ഇടപെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗാവസ്ഥയിൽ കഴിയുന്നവർ, സാമ്പത്തികമായ കടബാധ്യതയിൽ കഴിയുന്നവർ, കർത്താവ് സ്ഥലം വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഈശോയെ ജോലി മേഖലകളിൽ തടസ്സം നേരിടുന്നവർ, ഈശോയെ പല പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഈശോ ഈ വചന ശുശ്രൂഷയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈശോയെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതങ്ങളിൽ വലിയ വിടുതലും സൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും മനസ്സാന്തരവും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളാണ്. അവൻ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തയാകട്ടെ പല ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്തു എന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തായും മറിയത്തിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ മറിയം അവൻ്റെ പാദത്തിൻ്റെ അരികിൽ ശാന്തമായിട്ടിരുന്ന് അവൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മാർത്തയാകട്ടെ പല ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്രയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് സഹോദരി ശുശ്രൂഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വളരെ ശ്രദ്ധേയമായിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. രണ്ട് വ്യക്തികളെയാണ് അവിടെ കാണുന്നത്, മറിയത്തെയും മാർത്തായെയും. മറിയം അവൻ്റെ പാദത്തിൻ്റെ അരികിലിരുന്നു. മാർത്ത പല കാര്യങ്ങളിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യഗ്രതയിൽ മുറുകി കഴിയുന്നതായിട്ടാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ ഈ മറിയത്തെ പോലെ ഈശോയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മളും പല കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് നമ്മളും ഇങ്ങനെ കർത്താവിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കാതെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിലിരിക്കാതെ ഇങ്ങനെ വ്യഗ്രചിത്രയായിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ആലോചിച്ച് നോക്കി. ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്ന ഒരു ദിവസത്തിൽ എന്തെല്ലാം ആകുലതകളാണ് നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകാറുള്ളത്. നമ്മുടെ മനസ്സിൽ മക്കളെക്കുറിച്ച്, നാളത്തെ നമ്മുടെ ഭാവിയെക്കുറിച്ച്, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, നമ്മുടെ കടബാധ്യതയെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഒരു ദിവസത്തിൽ നമ്മൾ നിരവധി തവണ അസ്വസ്ഥപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ മുൻപോട്ട് പോകുന്നത്. മാർത്ത കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലാണ് അസ്വസ്ഥപ്പെട്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥപ്പെടുന്നത് നമ്മുടെ ജീവിത വ്യഗ്രതകളെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ഉത്കണ്ഠപ്പെട്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ കടന്നു വരികയാണെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കടന്നു വരികയാണെങ്കിലും നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ചെയ്യാറുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വേദനകൾ, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നതനുസരിച്ച് വീണ്ടും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുക.
എത്ര നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതലോ ആശ്വാസമോ നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അനുഗ്രഹത്തിൽ നിത്യം നിലനിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? മറിയത്തെ പോലെ അവൻ്റെ പാദത്തിൻ്റെ അരികിൽ ഇരിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കർത്താവിനോട് അങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക, കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ വ്യഗ്രതകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ജോലി മേഖലകളിൽ തടസ്സം നേരിടുന്ന രോഗാവസ്ഥയുണ്ട്, കടബാധ്യതയുണ്ട്, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കർത്താവ് നമ്മളോട് സംസാരിക്കും. കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ശരിയായ രീതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശയോടെ മുൻപോട്ട് പോകുവാനായിട്ട് പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, മറിയത്തോട് പറഞ്ഞു, ഇത് അവളിൽ നിന്ന് എടുക്കപ്പെടത്തില്ല. അവൾ ഏറ്റവും നല്ല കാര്യമാണ് അവളെ തിരഞ്ഞെടുത്തത്. ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ വ്യഗ്രതകളെയും മാറ്റുവാനുള്ള സാധ്യതയെന്ന് പറയുന്നത്. ദൈവവചനത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ കർത്താവിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെയും വിഷമങ്ങളെയും നിരവധി സ്ഥാപനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതിന് കർത്താവ് നൽകുന്ന ഉത്തരം വചനത്തിലാണ് ഇരിക്കുന്നത്. വചനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ആ അരുൾപ്പാട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് യഥാർത്ഥമായ ദൈവാനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തിരുവചനത്തിലേക്ക് തിരിയുമ്പോൾ സങ്കീർത്തനം 119, 105 പറയുന്നു, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നമ്മുടെ ജീവിതത്തിൽ വചനം പ്രകാശമായി മാറും, വചനം കൃപയായി മാറും. നമ്മൾ വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കണം. വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ നിറവുണ്ടാകുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തനം 119, 130 പറയുന്നു, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പകർക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. പ്രകാശമുണ്ടാകും. നമ്മുടെ വഴികളിലും ജീവിതയാത്രകളിലും അറിവുണ്ടാകും. എന്ത് ചെയ്താൽ നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടും, ആ ഒരു വലിയ നിറവ് വചനത്തിലൂടെ നമുക്ക് ലഭിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം ലഭിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. വചനത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തമായ അഭിഷേകം കടന്നു വരും. നമ്മുടെ വഴികൾ തെളിയും. നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമായിട്ട് മാറും, കൃപയായിട്ട് മാറും. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 2 ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മണൽപ്പുറത്ത് പണിതതും ഒന്ന് പാറമേൽ പണിത ഭവനവും. കാറ്റ് വന്നു, പ്രതികൂലം ഉണ്ടായി, മണൽപ്പുറത്ത് പണിത ഭവനം തകർന്നുപോയി. എന്നാൽ പാറമേൽ വചനത്തിൻ്റെ മേൽ പണിത ഭവനത്തെ തകർക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. വചനത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റിയല്ല. എന്നും നിത്യം നമ്മുടെ ജീവിതം അനുഗ്രഹമാവും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ധാരാളം ഫലം പ്രകടിപ്പിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരാകുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു. ഇവിടെ കർത്താവ് വ്യക്തമായി തരികയാണ്, വചനത്തിൽ നിലനിൽക്കാൻ, വചനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം എന്നും കൃപയുള്ളതായി മാറും. മറിയത്തെ പോലെ നല്ലത് തിരഞ്ഞെടുക്കാൻ, വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലേക്ക് വചനത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. ആമേൻ.